റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വീണ്ടും ഇന്ത്യയിലേക്ക് എത്തുകയാണ്. വരുന്ന സെപ്റ്റംബറിൽ പുടിൻ ഇന്ത്യ സന്ദർശിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഡൽഹിയിൽ വെച്ച് നടക്കുന്ന 18ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തുന്നത്. റഷ്യൻ പ്രസിഡന്റിന്റെ വിദേശകാര്യ അസിസ്റ്റന്റ് യൂറി ഉഷാക്കോയാണ് മോസ്കോയിൽ ഈ നിർണായകമായ വിവരം മാധ്യമങ്ങളെ അറിയിച്ചത്. ഒരു വർഷത്തിനിടയിൽ പുടിൻ നടത്തുന്ന രണ്ടാമത്തെ ഇന്ത്യൻ സന്ദർശനമാണിത്. മുമ്പ് 2025 ഡിസംബറിൽ നടന്ന ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ അദ്ദേഹം 2 ദിവസത്തെ സന്ദർശനത്തിനായി ഡൽഹിയിൽ എത്തിയിരുന്നു. വരുന്ന സെപ്റ്റംബർ അതായത് 12-13 തീയതികളിലാണ് ഡൽഹിയിൽ വെച്ച് ബ്രിക്സ് രാഷ്ട്രതലവന്മാരുടെ ഉച്ചകോടി നടക്കുക. ഉച്ചകോടിയുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്ളാഡിമിർ പുടിനും തമ്മിൽ പ്രത്യേക ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ബ്രിക്സ് ഉച്ചകോടിക്കിടെ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായും പുടിൻ പ്രത്യേക ചർച്ച നടത്താൻ പദ്ധതിയിടുന്നതായി റഷ്യൻ വൃത്തങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ത്യ, ചൈന, റഷ്യ എന്നീ 3 വൻ ശക്തികളുടെ നേതാക്കൾ ഡൽഹിയിൽ ഒരുമിച്ചെത്തുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ശ്രദ്ധ ആകർഷിക്കും. 2026 ജനുവരി മുതൽ ബ്രിക്സ് കൂട്ടായ്മയുടെ അധ്യക്ഷ പദവി ഇന്ത്യക്കാണ്. അടുത്തിടെ ഉണ്ടായ വിപുലീകരണത്തിന് ശേഷം ബ്രിക്സ് സഖ്യം കൂടുതൽ ശക്തമായിരിക്കുകയാണ്. നിലവിൽ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നിവർക്ക് പുറമെ ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളും ഉൾപ്പെടുന്ന വലിയൊരു കൂട്ടമായി ഇത് മാറിയിട്ടുണ്ട്. ബെലാറസ്, അതോടൊപ്പം തന്നെ മലേഷ്യ, നൈജീരിയ, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങൾ പങ്കാളിത്ത രാഷ്ട്രങ്ങളായും സഖ്യത്തിനൊപ്പമുണ്ട്. ഇന്ത്യയിൽ എത്തുന്ന പുടിൻ അനൗദ്യോഗികമായ ചർച്ചകൾ നടത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. അതായത് നരേന്ദ്രമോദിയുമായി അനൗദ്യോഗികമായ ചർച്ചകൾ നടത്താനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. കാരണം ഇന്ത്യയിലെത്തുന്ന റഷ്യൻ പ്രസിഡന്റ് S-500 കുറിച്ച് ചർച്ചകൾ നടത്തും. അതായത് ഒരു ആയുധത്തെ പറ്റി ഒരു ചർച്ച നടത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. അതായത് ഏറ്റവും അത്യാധുനികമായ വ്യോമ പ്രതിരോധ സംവിധാനമായ S-500 പ്രൊമീത്യൂസ് ഇന്ത്യയിൽ സംയുക്തമായി നിർമ്മിക്കാനുള്ള വാഗ്ദാനമാണ് റഷ്യ 2 ദിവസത്തിന് മുന്നേ മുന്നോട്ട് വെച്ചത്. ഈ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ സാങ്കേതിക വിദ്യയുടെ പൂർണ്ണമായ കൈമാറ്റവും ഇന്ത്യയിൽ നിർമ്മിക്കുന്ന സംവിധാനങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള അവകാശവും ഉൾപ്പെടുന്നതാണ് ഈ വാഗ്ദാനം എന്നാണ് റിപ്പോർട്ടുകൾ. റഷ്യ മറ്റൊരു രാജ്യത്തിനും ഇതുവരെ ഇത്തരമൊരു വാഗ്ദാനം നൽകിയിട്ടില്ല എന്ന ഒരു പ്രത്യേകതയും ഉണ്ട്. നിലവിൽ ഇന്ത്യയുടെ പക്കലുള്ള S-400 ട്രൈഫിനേക്കാൾ ഇരട്ടി പ്രഹരശേഷിയുള്ളതാണ് S-500. 600 കിലോമീറ്റർ ആണ് ഇതിന്റെ ദൂരപരിധി. S-400 ഇരട്ടി ദൂരപരിധിയിലുള്ള ഇതിന് ശത്രു ലക്ഷ്യങ്ങളെ വളരെ അകലെ വെച്ച് തന്നെ തകർക്കാൻ സാധിക്കും. ഭൂമിക്ക് തൊട്ടടുത്തുള്ള ബഹിരാകാശ മേഖല വരെ നിരീക്ഷിക്കാനാകുന്ന S-500 200 കിലോമീറ്റർ ഉയരത്തിലുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ ശേഷിയുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം.